അവധിക്കാലമെന്നാൽ ഞങ്ങൾക്ക് ആഘോഷങ്ങളുടെ സമയമാണ്. എല്ലാ വർഷവും എല്ലാ കസിൻസും ഒത്തുചേരും. അത്തവണ വലിയമ്മയുടെ പുതിയ വീട്ടിലായിരുന്നു ഒത്തുചേരൽ. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി പച്ചപ്പ് നിറഞ്ഞ ഒരിടത്ത് വലിയമ്മ ഒരു പുതിയ വീട് പണിതിരുന്നു. തറവാടിന്റെ പ്രൗഢിയും ആധുനിക സൗകര്യങ്ങളും ഒത്തുചേർന്ന ഒരു മനോഹരമായ വീട്. ഞങ്ങൾ 5 കസിൻസും വലിയമ്മയുടെ മക്കളും കൂടിയായപ്പോൾ ആ വീട് പെട്ടെന്ന് തന്നെ ശബ്ദമുഖരിതമായി. പകലുകൾ കളിച്ചും ചിരിച്ചും കടന്നുപോയി. പക്ഷേ ആ സന്തോഷത്തിനു പിന്നിൽ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. പുതിയ വീടിന്റെ തണുപ്പുള്ള തറയും വലിയ ജനലുകളും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ആ വീട്ടിലെ താമസം തുടങ്ങിയതു മുതൽ ഒരു തരം വിചിത്രമായ ഗന്ധം അവിടെ അനുഭവപ്പെട്ടിരുന്നു. പഴയ ചന്ദനത്തിരിയുടെയും ഒപ്പം തന്നെ നനഞ്ഞ മണ്ണിന്റെയും ഒരു ഗന്ധം. താമസം തുടങ്ങി 3-ാം ദിവസം. ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയമായിരുന്നു. മുറ്റത്ത് കസിൻസിന്റെ കൂടെ മാങ്ങ പറിച്ചു കളിക്കുന്നതിനിടയിലാണ് എനിക്ക് വല്ലാതെ ദാഹം തോന്നിയത്. ഞാൻ തനിച്ച് വീടിനകത്തേക്ക് കയറി. പുറത്തു നല്ല വെളിച്ചമാണെങ്കിലും വീടിനകത്ത് വല്ലാത്തൊരു ഇരുട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ സിങ്കിനു മുന്നിലായി വലിയമ്മ നിൽക്കുന്നു. ആരോടും സംസാരിക്കാതെ പുറംതിരിഞ്ഞു നിന്ന് എന്തോ ഒരു ജോലിയിൽ മുഴുകിയിരിക്കുകയാണവർ. വലിയമ്മേ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഞാൻ ചോദിച്ചു. പക്ഷേ മറുപടിയൊന്നുമില്ല. ഞാൻ രണ്ടാമതും വിളിച്ചു. വലിയമ്മ അനങ്ങുന്നില്ല. അവരുടെ ശരീരം വല്ലാതെ വടിഞ്ഞിരിക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഒരുപക്ഷേ വലിയമ്മ എന്തെങ്കിലും ആലോചിച്ചു നിൽക്കുകയാവാം എന്ന് കരുതി ഞാൻ തന്നെ വെള്ളമെടുത്തു കുടിച്ചു. പുറത്തിറങ്ങിയ ഞാൻ ഞെട്ടിപ്പോയി. വലിയമ്മ മുറ്റത്ത് മരത്തണലിൽ കസിൻസിനോടൊപ്പം ഇരുന്ന് മാങ്ങ മുറിക്കുകയാണ്. വലിയമ്മേ, നിങ്ങളിപ്പോൾ അടുക്കളയിലില്ലായിരുന്നോ? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. നീ എന്താടാ ഈ പറയുന്നത്? ഞാൻ ഈ നേരമത്രയും ഇവിടെയായിരുന്നല്ലോ. ദാ ഇവർ ചോദിച്ചു നോക്ക്. കസിൻസും അത് ശരിവെച്ചു. ഞാൻ അകത്തേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ സിങ്കിനു ചുറ്റും വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സംഭവത്തിനു ശേഷം എനിക്ക് വല്ലാത്തൊരു പേടി തോന്നിത്തുടങ്ങി. എങ്കിലും കസിൻസ് കളിയാക്കുമെന്ന് കരുതി ഞാനൊന്നും മിണ്ടിയില്ല. രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടി വലിയ ഹാളിൽ നിലത്ത് പായ വിരിച്ചാണ് കിടക്കുന്നത്. ഇടയ്ക്ക് ഉറക്കത്തിനിടയിൽ എന്റെ ഇടതുകാലിൽ ആരോ മുറുക്കിപ്പിടിക്കുന്നതുപോലെ എനിക്ക് തോന്നി. കസിൻസ് ആരെങ്കിലും കുസൃതി കാണിക്കുന്നതാണെന്ന് കരുതി ഞാൻ കാല് കുടഞ്ഞു മാറ്റി. പക്ഷേ ആ പിടുത്തം വല്ലാതെ മുറുകി. ആരോ എന്റെ കാല് പിടിച്ച് ഇരുട്ടിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നതുപോലെ. ഞാൻ ഞെട്ടി എഴുന്നേറ്റു നോക്കി. ചുറ്റും എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആരും അനങ്ങുന്നില്ല. പേടി കാരണം ഞാൻ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. രാവിലെ വെളിച്ചം വന്നപ്പോൾ ഞാൻ എന്റെ കാല് പരിശോധിച്ചു. ഞെട്ടലോടെയാണ് ഞാനത് കണ്ടത്. എന്റെ കണങ്കാലിനു ചുറ്റും 5 വിരലുകളുടെ അടയാളം നീലനിറത്തിൽ തെളിഞ്ഞുകിടക്കുന്നു. മനുഷ്യരുടേതിനേക്കാൾ വലിയ വിരലുകൾ. അടുത്ത ദിവസം വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും കറണ്ട് പോയി. ആ പ്രദേശത്ത് പതിവുള്ള ലോഡ് ഷെഡിംഗ് സമയം. ഞങ്ങളെല്ലാവരും മുറ്റത്ത് കസേരകളിട്ടിരിക്കുകയാണ്. എനിക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയെങ്കിലും ഒറ്റയ്ക്കകത്തേക്ക് കയറാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ ചേട്ടനെ കൂട്ടിനു വിളിച്ചു. ഞങ്ങൾ വാതിൽക്കലെത്തിയതും കറണ്ട് വന്നു. ദാ കണ്ടോ, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ചേട്ടൻ തിരിഞ്ഞു നടന്നു. ഞാൻ അകത്തേക്ക് ഒരടി വെച്ചതും കറണ്ട് വീണ്ടും പോയി. ഞാൻ പിന്നോട്ട് നീങ്ങിയപ്പോൾ കറണ്ട് വന്നു. 5-6 തവണ ഇത് ആവർത്തിച്ചു. ഞാൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ വീട് ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു. പെട്ടെന്ന് ചുറ്റുമുള്ള വായുവിന് ഐസ്കട്ടയുടെ തണുപ്പ് അനുഭവപ്പെട്ടു. ശക്തിയായ ഒരു കാറ്റ് വീശി. വീടിന്റെ ജനലുകളെല്ലാം ഒരേ സമയം തനിയെ അടയുകയും തുറക്കുകയും ചെയ്തു. ഏതോ അദൃശ്യശക്തി ഞങ്ങളെ അകത്തേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറപ്പായിരുന്നു. അന്ന് രാത്രി വീട് മുഴുവൻ നിശബ്ദതയിലായിരുന്നു. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ തറയിൽ വീഴുന്ന ശബ്ദം കേട്ടു. വലിയമ്മ പേടിയോടെ എഴുന്നേറ്റു. ആരോ മോഷ്ടിക്കാൻ കയറിയതാണെന്ന് കരുതി വലിയമ്മ ലൈറ്റിട്ടു. എന്നാൽ കണ്ട കാഴ്ച അവരെ ബോധം കെടുത്താൻ മതിയായിരുന്നു. അടുക്കളയിലെ സിങ്കിനു മുന്നിൽ ഒരാൾ നിൽക്കുന്നു. അത് മറ്റാരുമല്ല, വലിയമ്മയുടെ അതേ രൂപം, അതേ വസ്ത്രം, അതേ മുടി. ആ രൂപം വലിയമ്മയെ നോക്കി തിരിഞ്ഞു നിന്നു. വിടർന്ന കണ്ണുകളും വിളറിയ മുഖവും. വലിയമ്മയുടെ നിലവിളി കേട്ട് ഞങ്ങളെല്ലാവരും ഓടിച്ചെന്നു. വലിയമ്മ ബോധം കെട്ട് വീണുകിടക്കുകയാണ്. അടുക്കളയിൽ ആരുമില്ല. പക്ഷെ സിങ്കിലെ പൈപ്പ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെ ഞങ്ങളൊരു ജ്യോത്സ്യനെ കാണാൻ പോയി. സ്ഥലം പരിശോധിച്ച അദ്ദേഹം ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. ആ വീട് നിൽക്കുന്ന സ്ഥലം പണ്ടൊരു ശ്മശാനമായിരുന്നു. വേണ്ടവിധം കർമ്മങ്ങൾ ചെയ്യാതെ അവിടെ വീട് പണിതതാണ് ആത്മാക്കളെ പ്രകോപിപ്പിച്ചത്. വലിയമ്മയുടെ അതേ രൂപമെടുത്തത് അവരിൽ ഒരാളെ സ്വന്തം കുടുംബാംഗമായി മാറ്റാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചില പരിഹാരക്രിയകൾക്ക് ശേഷം ആ വീട്ടിലെ ശല്യങ്ങൾ നിലച്ചു. പക്ഷേ അതിനുശേഷം ആ അവധിക്കാലത്തെ യാത്രകൾ ഞങ്ങൾ നിർത്തി. ഇന്നും വലിയമ്മയുടെ ആ പഴയ സിങ്കിനു മുന്നിലൂടെ നടക്കുമ്പോൾ ആ നീല വിരലടയാളങ്ങൾ എന്റെ ഉള്ളിൽ ഭയം നിറയ്ക്കും.